അങ്ങനെ ഞങ്ങൾ കൊച്ചി മെട്രോൻ്റെ വാട്ടർ കാർഡ് എടുത്തിരിക്കുകയാണ് ഗൈസ്. ആലപ്പുഴ ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എങ്ങോട്ട് പോകുമെന്ന് അറിയാണ്ട് നിൽക്കുമ്പോഴാണ് നമ്മൾ ഫോർട്ട് കൊച്ചി ബീച്ച് കാണാം എന്നുള്ളൊരു ആഗ്രഹത്തിൽ ഇങ്ങോട്ട് വന്നത്. ഇവിടെ എത്തിയപ്പോഴാണ് നമുക്ക് വാട്ടർ മെട്രോ ഇവിടെ അവൈലബിൾ ആണെന്ന് അറിഞ്ഞതും ഞങ്ങൾ അതിന് 2 ടിക്കറ്റ് എടുത്തു. വളരെ നല്ലൊരു കൂൾ ആംബിയൻസ് ആണ്. AC ക്യാബിനൊക്കെ ആയ കാരണം തന്നെ നല്ലൊരു ആംബിയൻസ് ആണ്. നമ്മുടെ മൊട്ടക്കുട്ടി നന്നായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉള്ളിൽ ഗൈസ്. നല്ല വ്യൂ. ഈ ഇടയായിട്ട് ന്യൂസിലും പേപ്പറിലെല്ലാം നമ്മൾ കണ്ടുവന്നിരുന്നൊരു സംഭവമാണ് ഒരു കപ്പലിന് തീ പിടിച്ചതുമായി ബന്ധപ്പെട്ടത്. ആ കപ്പലുമായി രൂപസാദൃശ്യമുള്ള വേറൊരു കപ്പൽ ഞങ്ങളവിടെ കാണുകയുണ്ടായി ഗൈസ്. വാൻ ഹൈ എന്നുള്ള പേരിൽ എന്തോ എഴുതി വെച്ച, അല്ലെങ്കിൽ ആ ടീമിൻ്റെ ആയിരിക്കണം. വളരെ നീളം കൂടിയ ഒരു വലിയ കപ്പൽ തന്നെയാണ്. അപ്പോൾ തൊട്ടടുത്തുള്ള ഒരു ഹൗസ് ബോട്ട് നമുക്ക് ഈ വീഡിയോയിൽ കാണുന്നുണ്ട്. അതിൻ്റെ ഒരു വലിപ്പം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏറെക്കുറെ അതിൻ്റെ ഒരു വലിപ്പം മനസ്സിലാകുമല്ലോ. അങ്ങനെ ഞങ്ങൾ കടലിലൂടെയും കായലിലൂടെയൊക്കെ യാത്ര ചെയ്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉണ്ണിക്ക് എന്തൊക്കെയൊക്കെയോ പറയണമെന്നുണ്ട്. അവൾ എന്തൊക്കെയൊക്കെയോ വിളിച്ചു പോകുന്നുണ്ട്. ഇടയ്ക്കിടെ അതിനെ കാണുന്ന ഓരോ ബോട്ടിനും ഉമ്മ കൊടുക്കുന്നുണ്ട്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങളിതാ വേറൊരു വാട്ടർ മെട്രോ അതിനെ കടന്നു പോകുന്നത് കാണുകയാണ്. മുട്ടക്കുട്ടി അതെല്ലാം കണ്ട് വിൻഡോ സീറ്റിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ വൈപ്പിൻ ഭാഗത്തു നിന്ന് വരുന്ന ഒരു ജങ്കാറിനെയും അതുപോലെ തന്നെ വേറൊരു ബോട്ടിനെയും ഞങ്ങൾ ആ ഒരു വാട്ടർ മെട്രോ യാത്രയിൽ കാണുകയുണ്ടായി. അതാണ് വൈപ്പിൻ മെട്രോ സ്റ്റേഷൻ. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ജങ്കാർ സ്റ്റേഷൻ നമുക്ക് കാണാം. ഹൈക്കോടതി ജംഗ്ഷനിലേക്കാണ് നമ്മൾ ടിക്കറ്റ് എടുത്തത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വാട്ടർ മെട്രോ ഏറെക്കുറെ അവിടെ ലാൻഡ് ചെയ്യാറായിട്ടുണ്ട്. സോ ഹൈക്കോടതി ജംഗ്ഷനിൽ പോയിട്ട് അവിടെ നിന്ന് നെക്സ്റ്റ് വാട്ടർ മെട്രോയിൽ തന്നെ ടിക്കറ്റ് എടുത്ത് തിരിച്ചു വരാനാണ് ഞങ്ങളുടെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അവിടെ എത്തുകയാണ്. അങ്ങനെ ഞങ്ങൾ ഹൈക്കോടതി ജംഗ്ഷനിൽ ഇറങ്ങി ഗായ്സ്. അങ്ങനെ ഗായ്സ്, വഴിയിൽ കണ്ട ഏതോ ഒരു പ്രാവിനെ ചൂണ്ടിക്കാണിച്ചു തന്നപ്പോൾ അതിനെ പിടിച്ചു തരാമെന്ന് പറഞ്ഞു പറ്റിച്ച് ഞാൻ എൻ്റെ കരിമോളെ കൊണ്ട് അതിനെ പിടിക്കാൻ ഓടുകയാണ് ഗായ്സ്. കുട്ടിയുമായി ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ ആര് നോക്കുന്നുണ്ടോ, ആരെങ്കിലും കാണുന്നുണ്ടോ എന്നൊന്നും നമ്മൾ നോക്കുന്നില്ല. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ കുട്ടിക്ക് കുറച്ച് എൻ്റർടൈൻമെൻറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് തൊട്ടടുത്ത് കണ്ട നെഹ്റു പാർക്കിൽ കയറി. വളരെയധികം കൊതുകടി ഉള്ളതുകൊണ്ട് ഞങ്ങൾ അധികം നേരം അവിടെ നിന്നില്ല. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് ഇടപ്പള്ളി ലുലു മോളിലേക്കായിരുന്നു. അത്യാവശ്യം നേരം വൈകിട്ടാണ് ഞങ്ങൾ അവിടെ എത്തിയത്. എങ്കിലും ആ യാത്രയുടെ 2ാം ദിവസം കുറച്ചുകൂടി നേരം നമുക്കൊന്ന് എൻജോയ് ചെയ്യാം എന്ന് വിചാരിച്ച് ഞങ്ങൾ ലുലു മോൾ അടയ്ക്കേണ്ട സമയമെങ്കിൽ പോലും കുറച്ച് നേരം കൂടി ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചു. പ്ലേ ഏരിയയിലെ ആളുകളെല്ലാം ജോലി നിർത്തി പോയപ്പോൾ ഇത് ശരിക്കും ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഞങ്ങൾ വീണ്ടും കരിമോളെ പറ്റിച്ചു. അവിടെ കാണുന്ന 1-2 കുതിരകളുടെ മുകളിലും തൊട്ടടുത്ത സൈക്കിളിൻ്റെ മുകളിലെല്ലാം ഒരിക്കൽ കൂടി വെറുതെ അവളെ കയറ്റിയിരുത്തി. ആളും നാഥനും ഇല്ലാണ്ട് അവിടെ ഇരുന്നായിരുന്ന ഒരു കാറ് പോലെയുള്ള സംഭവത്തിലും കുറച്ചു നേരം വണ്ടി ഓടിച്ചോളാൻ പറഞ്ഞ് അവളെ ഞങ്ങളെ ഇരുത്തി വീണ്ടും പറ്റിച്ചു. അപ്പോൾ 2 ദിവസത്തെ യാത്രകൾക്ക് ശേഷം ഞങ്ങളങ്ങനെ തിരികെ വീട് പിടിക്കുകയാണ് ഗൈസ്. ബൈ.